യഹോവയെ പാർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയെ പാർപ്പിടുവിൻ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ. സംഗീതത്തോടെ വന്നു കൂടുവിൻ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ. സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. ഭൂവാസികളെ യഹോവയെ പാർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയെ പാർപ്പിടുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവൻ. അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവൻ. അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. ഭൂവാസികളെ യഹോവയെ കാത്തിടുവിൻ. ഭൂവാസികളെ യഹോവയെ കാത്തിടുവിൻ. നമ്മൾ ആത്മാവിലും നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. നമ്മൾ ആ വചനങ്ങൾ കേൾക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ എന്തോ വേണ്ടത്? ഉണർന്നിരിക്കണം, അല്ലേ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരിരിക്കണം? നമ്മൾ ഉണർന്നിരുന്നാൽ മാത്രമേ ശബ്ദം കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തിരുവചനം കേൾക്കുക മാത്രമല്ല, നമ്മുടെ ഉള്ളത്തിൽ നമ്മളത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഇതൊരു മെഡിസിനാണിത്. അപ്പോൾ ആ മെഡിസിൻ നമുക്ക് ഏറ്റെടുക്കണം. എന്തുവാണ്? നമ്മളെ ചെവിയും കണ്ണും മനസ്സും എല്ലാം നമ്മൾ എന്തോ ഇവിടെ തുറന്നിരിക്കണം. എന്നാലും മാത്രമേ തിരുവചനം പ്രവർത്തിക്കത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം അവരെ സഹായിക്കട്ടെ. 1 ദിനവൃത്താന്തം 28 അധ്യായം അതിൻ്റെ 9 വാക്യം. നീയെ എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. അതായത് ഒരപ്പൻ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ദാവീദ് ശലോമോനായ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവന് സകല ജ്ഞാനം ചിലപ്പം കാണുമായിരിക്കും. പക്ഷെ ആ അപ്പൻ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെ ദൈവത്തെ ആരാധിക്കണം, അല്ലെ ദൈവത്തെ എങ്ങനെ സ്തുതിക്കണം, ദൈവത്തെ നമ്മൾ എങ്ങനെ അറിയണം. അതിനെക്കുറിച്ച് ദാവീദ്, ആ അപ്പനായ ദാവീദ് ഉണ്ടല്ലോ, ആ മകന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നീ എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും. അതായത് അപ്പന്റെ ദൈവത്തെ അറിയാൻ വേണ്ടിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് നമ്മൾ ഓരോരുത്തരെയും ദൈവസനിലോട്ട് ആയിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ദൈവത്തിൽ നിന്ന് അറിയണം, അല്ലേ? ദൈവത്തെ അറിഞ്ഞാൽ മാത്രമേ ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ പറ്റത്തുള്ളൂ, ആരാധിക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് മഹത്വപ്പെടുത്താൻ പറ്റത്തുള്ളൂ, നമുക്ക് അതിലൊരു വിശ്വാസത്തിന്റെ പടകേറി മുന്നോട്ട് നടക്കാൻ കഴിയത്തുള്ളൂ. ആദ്യം അറിയേണ്ടത് എന്താണ്? നമ്മുടെ ദൈവം ആരെന്ന് നമ്മൾ അറിയണം. നമ്മളിവിടെ വന്നിട്ട് ഓരോരുത്തരും എങ്ങനെയാണ്? ദൈവത്തെ അറിഞ്ഞാ വന്നിരിക്കുന്നത്, അല്ലേ? ദൈവത്തെ ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഓരോ കഷ്ടപ്പാടിലും ദുഃഖത്തിലൂടെയും പ്രയാസത്തിലൂടെയും എല്ലാം കടന്നുപോയപ്പോഴാണ്. ആരും ഇവിടെ വന്നപ്പോഴത്തേക്ക് ആരും നല്ല സമൃദ്ധിയിലിരുന്ന ആൾക്കാരൊന്നും ഇവിടെ ഞാൻ കാണാനില്ല. ഇവിടെ ഇരുന്ന് എല്ലാവരും തകർന്നും നുറുങ്ങിയും ഭാരപ്പെട്ടിരുന്ന അവസ്ഥയിൽ കൂടെ കടന്നു വന്നതാ. അങ്ങനെ അറിഞ്ഞ ദൈവമക്കളാണ് നമ്മളിവിടെ ഓരോരുത്തരും. അപ്പൊ നമ്മുടെ ദൈവത്തെ അപ്പൊ ആ ദാവീദ് ആ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ സ്നേഹിച്ച ആ ദൈവത്തെ നീ ഒന്ന് അറിയണം. ആ മകനോട് പറഞ്ഞു കൊടുക്കണമെന്ന് അറിയണം. ഒന്ന് നിങ്ങളുടെ മക്കളുടെ ഒന്ന് പറഞ്ഞേ, കൈ പിടിച്ച് അടുത്തിരിക്കുന്നോട്ട് പറയാം, എന്റെ ദൈവത്തെ നിങ്ങളൊന്ന് അറിയണം. ഒന്ന് പറഞ്ഞേ, കൈ പിടിച്ചിട്ട് ഒന്ന് പറഞ്ഞേ, എന്റെ ദൈവത്തെ ഒന്ന് അറിയണം. നമ്മൾ അറിഞ്ഞതുപോലെ ഒന്ന് അറിയണം. ഞാൻ എങ്ങനെയാ ദൈവത്തെ അറിഞ്ഞത്? ഞാൻ പറയുന്നത്, ഞാൻ മിക്കുള്ളടത്തും പറയുന്ന സാക്ഷ്യമാണ്. ഞാൻ അറിഞ്ഞ കട്ടതി കൂടെ നടന്നു പോയപ്പോഴത്തേക്ക് ആരും ഇല്ലാതെ ഉപേക്ഷിച്ച സമയത്ത്, അതായത് ഞാൻ കണ്ണീരിന്റെയും പട്ടിണിയുടെയും വക്കിലൂടെ ഞാൻ കടന്നു പോയപ്പോഴത്തേക്ക് ആ സമയത്ത് അറിഞ്ഞ ദൈവം ഞാൻ മിക്കുള്ളടത്തും പറഞ്ഞു. എൻ്റെ കൂട്ടുകാരത്തായാലും എൻ്റെ വിശ്വാസികളായ മക്കളോടായാലും എല്ലായിടത്തും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തെ അറിഞ്ഞത്
ഞാൻ എൻ്റെ കട്ടത്തിൽ കൂടെ നടന്നു പോയപ്പോൾ എല്ലാവരും കൈവടിഞ്ഞപ്പോഴത്തേക്ക്, അത് ഉറ്റവരും ഉടയവരും തള്ളിക്കളഞ്ഞപ്പോഴത്തേക്കും, ഞാൻ ആഹാരം ഇല്ലാതെ ഞാൻ പട്ടിണി കിടന്നപ്പോഴത്തേക്കും, അല്ലെ രോഗത്തിൽ ഒരു താങ്ങാനായിട്ട് ഒരു ഡോക്ടർമാരില്ലായിരുന്നപ്പോൾ ഡോക്ടർമാർ എന്നെ കൈയൊഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞൊരു ദൈവമുണ്ട്, ഞാൻ സേവിക്കുന്ന ദൈവമുണ്ട്. അതാ നമ്മൾ അറിഞ്ഞ ദൈവം. നമ്മൾ അറിഞ്ഞ ദൈവത്തെ നമ്മൾ എങ്ങനെ ഹൃദയത്തിലോട്ട് വെച്ചിരിക്കുന്നത്? നമ്മളെ ഹൃദയത്തിൽ വെച്ചിരിക്കാനല്ല, നമ്മൾ അറിഞ്ഞത് എന്തോ ചെയ്യുന്നത്, നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തേക്കൊണ്ടേയിരിക്കണം. നമ്മൾ പറഞ്ഞതുകൊണ്ട്, അതായത് ഞാൻ ഇപ്പം മിക്കുള്ളവർക്ക് രോഗിയായിട്ട് വരുന്ന വ്യക്തിയോട് ഞാൻ പറയും, നിങ്ങൾ ആ ഡോക്ടറെ പോയി കാണുന്ന നിർത്ത്, നിങ്ങൾ മതിയാക്ക്, ഡോക്ടറെ കണ്ട് മതിയാക്ക്. നല്ലൊരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറാ യേശു കർത്താവ്. നമുക്ക് വേണ്ടി ബ്ലഡ് ചൊരിഞ്ഞ, നമ്മുടെ പാപത്തിൽ നിന്നും നമ്മളെ ശാപത്തിൽ നിന്നും വീണ്ടെടുത്തൊരു കർത്താവുണ്ട്, അതാ യേശു ക്രിസ്തു. യേശുവിനെ വിശ്വസിക്കേ. യേശുവിനെ വിശ്വസിച്ച എന്താണെന്നറിയാവോ? നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മാത്രമല്ല രക്ഷപ്രാപിക്കുന്നത്, ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഒന്ന് പറഞ്ഞേ, ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഒന്ന് ഹൃദയത്തോട് തൊട്ട് പറഞ്ഞെന്ന്. ചിലപ്പോൾ തകർന്നിരിക്കും. നിങ്ങൾ ഒരു വീട്ടിൽ നിലവും വരുന്ന ഒരു വ്യക്തിയായിരിക്കാം കടന്നു വരുന്നത് ഈ സഭയ്ക്കകത്ത്, ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങൾ മാത്രമല്ല രക്ഷിക്കപ്പെടുന്നത്, നിങ്ങളുടെ കൂടെയുള്ള മക്കളും സഹോദരങ്ങളും മരുമക്കളും സകലും ചാർച്ചക്കാരും സകലും എന്താണ് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവത്തെ അല്ല. ഞാൻ പലപ്പോഴും കണ്ണീരിന്റെ നടുവിലായിരിക്കുമ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ മറ്റുള്ളവർക്ക് ഞാൻ പറയാറുണ്ട്. ഞാൻ അവിടുത്തെ ഒമാനിലെ സഭയ്ക്കകത്തോട്ട് കടന്നു പോകുമ്പോഴത്തേക്ക് ഞാൻ പറയും, അതായത് ഞാൻ അറിഞ്ഞ ദൈവം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ ദൈവം. ഞാൻ കണ്ണീരിന്റെ അവസ്ഥയിലും പ്രതികൂലത്തിന്റെ അവസ്ഥയും കൂടെ എല്ലാം കടന്നു പോയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ രുചിച്ചറിഞ്ഞ ഏത് സമയത്തെന്നറിയാവോ? ഞാൻ നല്ല സമൃദ്ധിയും നല്ല ബിരിയാണിയും കഴിച്ചുകൊണ്ടിരുന്ന സമയത്തല്ല ദൈവത്തിനെ രുചിച്ചറിഞ്ഞത്. ഞാൻ കഷ്ടതയുടെ നടുവിൽ കൂടെ നടന്നു പോയപ്പോഴേ ദൈവത്തെ രുചിച്ചറിഞ്ഞത്. എന്നാൽ ആ സമയത്ത് ദൈവം വ്യക്തമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ദൈവം. അപ്പം ദാവീദ് ആ ശലോമോനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ എൻ്റെ ദൈവത്തെ നീ ഒന്ന് അറിയണം. മനസ്സിലായില്ലേ? എൻ്റെ ദൈവത്തെ നീ ഒന്ന് അറിയണം. അപ്പോഴേ എൻ്റെ മകളുടെ ഞാൻ പറയും, എൻ്റെ മക്കളടുത്ത് പറയും, മക്കളെ ഏത് പ്രയാസം വന്നാലും ശരി തന്നെ, ഏത് പ്രതികൂലം വന്നാലും ശരി തന്നെ, ഒരിക്കലും എൻ്റെ ദൈവത്തെ മാത്രം തള്ളിപ്പറയരുത്. എന്തെന്ന് വെച്ചാൽ അവ അത്രയ്ക്ക് സ്നേഹവാനായ ദൈവം. അതാ എത്ര സ്തുതിക്ക് യോഗ്യനായ ദൈവം. നമ്മളെ ഒരിക്കലും പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നമ്മളെന്ത് പാതി വഴിയിൽ ഉപേക്ഷിച്ചവരെ നമ്മളെ സഹായിക്കുന്ന ദൈവോ, നമ്മളെ വീണ്ടെടുപ്പിന്റെ ദൈവോ. അത് എൻ്റെ മക്കളോട് ഞാൻ കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കും, മക്കളെ ഏത് പട്ടിണി ആയാലും ശരി തന്നെ, ബുദ്ധിമുട്ടായാലും ശരി തന്നെ, നമ്മൾ ആ പട്ടിണിയുടെ നടുവിൽ പോയാലും ശരി തന്നെ ദൈവത്തെ നിത്യം സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. എന്തെന്ന് വെച്ചാൽ നമ്മൾ ആ ദൈവത്തെ നമ്മൾ വീണ്ടെടുത്ത് അത്രയ്ക്ക് വിലയേറിയ ബ്ലഡ് കൊണ്ടാണ് വീണ്ടെടുത്തത്. പക്ഷെ ആ ക്രൂസിന്റെ ഒരു വേദനയുണ്ട്, ഒരു സഹനമുണ്ട്. ആ വേദന നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ആ യേശു കർത്താവിനെ പൂർണ്ണമായിട്ട് നമ്മൾ സ്തുതിക്കത്തുള്ളൂ, നമ്മളൊന്ന് ആരാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്തോ വേണ്ടത്? ആ ഒരു കർത്താവിന് നമ്മുടെ ഹൃദയത്തോട് ഏറ്റെടുക്കണം. ദാവീദ് പറഞ്ഞു കൊടുക്കണം. ദാവീദ് പല രാജാവായിരുന്നു. ദാവീദ് ഇസ്രായേലിന്റെ തന്നെ ഒരു രാഷ്ട്രത്തിന്റെ ഒരു ഏറ്റവും വലിയ രാജാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷെ ആ രാജാവ് ഉണ്ടല്ലോ, മോന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ ദൈവമാണ് വലുത്. അതായത് രാജാവല്ല വലുത്, രാജാതി-രാജനായ ദൈവമാണ് വലുത്. ആ അപ്പൻ പറഞ്ഞു കൊടുക്കുക മകനോട്. എന്തെന്ന് വെച്ചാല് ദാവീദ് ഉണ്ടല്ലോ, ഒരുപാട് ഘട്ടത്തിലൂടെ കടന്നു പോയപ്പോഴത്തേക്ക് അവിടെയെല്ലാം താങ്ങിയൊരു കരം ദാവീദ് കണ്ടായിരുന്നു. അവൻ സമൃദ്ധിയിൽ ഇരുന്നപ്പോഴല്ല, അവന്റെ സമൃദ്ധിയിൽ നോക്കിയിട്ടില്ല ദാവീദ്. പക്ഷെ ആ കട്ടതയുടെ നടുവിൽ കൂടെ കടന്നു പോയപ്പോഴെല്ലാം ഒരു താങ്ങുന്ന ഒരു കരം, ആ ഒരു കരത്തിന്റെ ആ ഒരു കീഴിൽ പലപ്പോഴും നമ്മൾ സങ്കീർത്തനം വായിക്കുമ്പോഴത്തേക്ക് പറയും, ഞാൻ നിന്റെ ചിറകിന്റെ മറവിൽ ഞാൻ എന്നെ മറച്ചു, തൂവലുകൾ കൊണ്ട് ഞാൻ പൊതിഞ്ഞു എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ കേൾക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് അതിന്റെ ആഴമായ അർത്ഥം അറിയത്തില്ല. ആ കരുതലൊന്ന് അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ, അല്ലെ? നമ്മൾ ഈ ദൈവസനിലോട്ട് കടന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ ആ കരുതൽ ആരും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെ രോഗത്തിൽ കിടക്കുമ്പോഴേ ഞാൻ ചിലപ്പോൾ ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന സമയത്ത്, ഇനി എനിക്ക് മുന്നോട്ട് ജീവിതമില്ല എന്ന് അവസാനിച്ചിരിക്കുന്ന സമയത്ത് ആ ദൈവത്തിന്റെ ഒരു കരമുണ്ട് തൊടുന്നത്. ഇല്ലേ? എൻ്റെ ജീവിതത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയാറുള്ളത്. ഞാൻ മറ്റുള്ള ആരും ജീവിതത്തിൽ നോക്കിയിട്ട് ഞാൻ പറയാറില്ല. എൻ്റെ ഡോക്ടർമാർ എന്നെ കൈവഴിപ്പോഴത്തേക്കും, ഡോക്ടർ ഇനി ജീവിക്കത്തില്ല, നീ അതിൻ്റെ ആയുസ് തീർന്ന്, നിന്റെ അവസാനിച്ച്, നിനക്ക് ഇനി ജോലി ചെയ്യാൻ പറ്റത്തില്ല, നീ എണീച്ച് നടക്കത്തില്ല, നീ സംസാരിക്കത്തില്ല, നീ ഒരു കിടപ്പ് കിടന്നു പോയി, നീ ഒരു കോമ സ്റ്റേജിൽ നീ കിടന്നു പോയി എന്നെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്നൊരു വിളിച്ച ദൈവം ഉണ്ടായിരുന്നു. ആ ദൈവത്തിന്റെ ശക്തിയാണ്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒമാനിൽ വെച്ച് എൻ്റെ ഒരു സഹോദരനോട് പറഞ്ഞ്, സഹോദരൻ ഞാൻ ഇപ്പം ചിലപ്പോൾ ഒരുപാട് കട്ടത്തിൽ കൂടിയും പ്രതികൂലത്തിന്റെ ഇടയിൽ കൂടി എല്ലാവരും കടന്നു പോകുന്നത്, പക്ഷേ ആ ദൈവത്തെ എനിക്ക് സ്തുതിക്കാതിരിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്തെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമായ ദൈവം, അത്രയ്ക്ക് സ്നേഹവാനായ ദൈവം. അപ്പോൾ എന്തെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത്, അതായത് എൻ്റെ കട്ടന് നടുവ്, ഞാൻ അവിടെ ആദ്യമായിട്ട് ഞാൻ മെസ്സേജ് എപ്പോഴും എൻ്റെ വാട്സാപ്പിൽ കിടപ്പുണ്ട്.
ഞാൻ എൻ്റെ പാസ്റ്ററിന് മെസ്സേജ് അയച്ചത്. ഞാൻ കഷ്ടതയുടെ നടുവിൽ കൂടി കടന്നു പോയപ്പോഴത്തേക്ക്, അതായത് ഞാൻ ആദ്യം ഒമാനിലോട്ട് വരുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കാൻ തന്നെ പൈസ ഇല്ലാതെ പാസ്റ്റർ ഞാൻ ഇവിടെ കടന്നു വരുന്നത്. പക്ഷേ ആ പിരിവിട്ട പൈസ കൊണ്ട് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഞാൻ വർക്കിന് ഇറങ്ങുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ, ഒരു കാർ ഞാൻ പണിയാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ആ കാറാണെന്ന് അറിയാം, പക്ഷേ ഇത് എങ്ങനെ പണിയണമെന്നോ ഏത് വിധത്തിൽ പണിയണമെന്നോ എനിക്ക് ഒരു ബുദ്ധിയില്ല പാസ്റ്റർ. പക്ഷെ ആ ഒരു ഇതിൽ ഞാൻ നിന്നപ്പോഴത്തേക്ക് എൻ്റെ അവിടെ നിന്ന് കൂടെ വന്ന ഫോർമാൻ തന്നെ എന്നെ ചീത്ത വിളിച്ചെന്നെ, നീ ഒരു കഴിവില്ലാത്തവനാണല്ലോ ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ദിവസം. എന്നിട്ട് ഞാൻ എൻ്റെ ഹൃദയവേദനയോട് കൂടി എല്ലാം തകർന്ന അവസ്ഥയിൽ ഞാൻ എൻ്റെ റൂമിലോട്ട് കടന്നു പോയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തന്ന ഒരു ബൈബിൾ ഉണ്ടായിരുന്നു, ഒരു കറുത്ത പൊതിയുള്ള ഒരു ബൈബിള്. അത് മാത്രമായിരുന്നു എൻ്റെ സ്വത്തെന്ന് പറയുന്ന ആ ഒമാനിലോട്ട് കടന്നു പോകുമ്പോഴത്തേക്ക്. ബാക്കിയെല്ലാം എൻ്റെ കടഭാരങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു, എൻ്റെ പ്രതിസന്ധികൾ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഞാൻ എന്തോ ചെയ്തെന്നറിയാമോ, ഞാൻ വേറെ ആരുടെയും മുമ്പിൽ പോയില്ല. ആ ബൈബിൾ അങ്ങോട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ആ അപ്പച്ചൻ പറഞ്ഞത്, അതായത് നമ്മളെ ആ അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, പ്രഭാരങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, ഇത്രയും നാൾ നടത്തിയൊരു ദൈവമല്ല നിന്നെ നടത്താൻ പോകുന്നത്, ജീവനുള്ള ദൈവം യേശു കർത്താവ് തന്നെ ജീവിക്കുന്നു, അതുകൊണ്ട് നീ ബൈബിൾ നീ മുറുകെ പിടിച്ചോളാൻ പറഞ്ഞു. പക്ഷെ ആ തിരുവചനം ഞാൻ എടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് എനിക്ക് വിശ്വാസം ഉണ്ടാകാനോ ഇല്ല, എനിക്കൊന്നും അറിയത്തില്ല. പക്ഷേ ഏറ്റവും അവസാനത്തെ ഒരു പിടിവള്ളി പോലെ, ഒരു കച്ചിത്തുരുമ്പ് പോലെ ഞാൻ തിരുവചനം എടുത്ത് ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ആ അപ്പച്ചൻ പറഞ്ഞ ഇതാണ് പറഞ്ഞത്, അതായത് നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്, പക്ഷേ എനിക്കൊന്ന് അനുഭവിച്ചറിയണം അപ്പ എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഉണ്ടല്ലോ, എൻ്റെ വലം കരം പിടിച്ച് ഇന്നും ഞാൻ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ, ഇത്രയും വർഷം ഞാൻ കഴിഞ്ഞു, ഇത്രയും വർഷം ഞാൻ ഒമാനിൽ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഇന്നും ആ വലം കരം പിടിക്കുന്ന ഒരു കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്, ഞാൻ എൻ്റെ നഷ്ടങ്ങളെല്ലാം നോക്കുന്നത്, എൻ്റെ പ്രതികൂലങ്ങളെല്ലാം പാസ്റ്റർ ഞാൻ നോക്കുന്നത് എൻ്റെ ജീവനുള്ള ദൈവത്തെ നോക്കുന്നത്. എൻ്റെ വാട്സപ്പിൽ ഇപ്പോഴും ആ വോയിസ് മെസ്സേജ് കിടപ്പുണ്ട്. അപ്പോഴത്തേക്ക് ആ ദാവീദ് പറഞ്ഞു കൊടുക്കണം, മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ജീവനുള്ള ദൈവമായ ആ ദൈവത്തെ നീ ഒന്ന് അറിയണം. ചിലപ്പോൾ നീ മറ്റേ ലോകത്തിലുള്ള സകലം നീ ചിലപ്പോൾ അറിയാമായിരിക്കാൻ, നമുക്കും സകല ഞാനും ചിലപ്പം കാണും, ചിലപ്പോൾ അറിവ് കാണും. ഞാൻ ഞാൻ ഡോക്ടറായിരിക്കും, ചിലപ്പോൾ MBBS എടുത്തതായിരിക്കും, ചിലപ്പോൾ ഞാൻ വക്കീലായിരിക്കും, പല രീതിയിൽ ഞാൻ പഠിച്ചെനിക്ക് അറിവുകൾ ഒരുപാട് ധാരാളമുള്ളൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ ആ രാജാവ് പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്ക് ജ്ഞാനം പലതും ചിലപ്പോൾ കാണും, പക്ഷെ ദൈവത്തെ അറിയാനുള്ള ജ്ഞാനം നീ പ്രാപിച്ചുകൊള്ളണം. അതുകൊണ്ട് ദൈവമക്കളെ ഇന്ന് പറയുന്ന, ദൈവത്തിൻ്റെ ഒരു വെളിപ്പാടായിട്ട് പറയുന്ന, ദൈവത്തെ അറിയാനുള്ള ജ്ഞാനം, അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തെ നമ്മൾ സ്തുതിക്കാനുള്ള, അല്ലെ ദൈവം ആരെന്ന് അറിയാനുള്ള ഒരു ഹൃദയമാണ് നമുക്ക് വേണ്ടത്. അതിൽ തന്നെ അടുത്ത വാക്യം പറയുന്നത്, അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി സേവ ചെയ്യുക. നമ്മൾ അറിഞ്ഞാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? എന്താ പറയുക? ഒന്നും കൂടെ കുറച്ച് വായിച്ചു ഒരാള്. എന്താ ചെയ്യേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും. അതെ, നമ്മൾ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞല്ലേ? നമ്മൾ ദൈവത്തെ അറിഞ്ഞവരാണ് ഇവിടെ വന്നിരിക്കുന്നത്, ദൈവത്തെ അറിഞ്ഞുകൂടാത്തവരല്ല. ദൈവം ആരാണെന്ന് നമുക്ക് അറിഞ്ഞവരാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ദൈവം അപ്പനായ ആ ദാവീദ് പറഞ്ഞു കൊടുക്കുകയാണ്, നീ പൂർണ്ണ ഹൃദയത്തോടെ, നീ എങ്ങനെയും വന്ന് ആരാധിക്കാനല്ല പറഞ്ഞത്, നീ പൂർണ്ണ ഹൃദയത്തോടെ നീ ആരാധിക്കണം, അത് നല്ല മനസ്സോടും കൂടി നീ സേവ ചെയ്യണം. അപ്പൊ നമുക്ക് വേണ്ട എന്താ? നമ്മൾ പൂർണ്ണമായൊരു മനസ്സ് വേണം, അല്ലെ? പൂർണ്ണമായൊരു ഹൃദയം വേണം നമുക്ക്. നമ്മൾ ഈ ദൈവസന്നിധിയിലോട്ട് കടന്നു വരുമ്പോഴത്തേക്ക് എന്തുവാണ്? നമ്മളെ ദൈവത്തെ സ്തുതിക്കാനാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയം ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള സകല ചിന്താകൂലങ്ങൾ എന്തോ ചെയ്യണമെന്നറിയാമോ? അവന്റെ മുമ്പിലോട്ട് വെക്കുക. നമ്മുടെ ഭാരത്തോടും വിറയിലോടും കൂടിയൊക്കെയാണ് ഇവിടെ നിന്ന് കടന്നിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ദൈവമക്കളെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള സകല ഭാരങ്ങൾ ഇവിടെ താഴ്ത്തി വെക്കുക. ദൈവം അതിന് ഉത്തരം തരുന്ന ദൈവം. എന്നിട്ട് നല്ല മനസ്സോട് കൂടി, നമ്മൾ നല്ല മനസ്സുണ്ടല്ലേ, നമ്മൾ പലതും ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്, പക്ഷെ നല്ലതുപോലെ ചെയ്യാനുള്ള മനസ്സായില്ലാത്തത്. അപ്പം ദൈവം ഒന്നും കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തേ, മനസ്സിലായില്ലേ? നമ്മൾ ദൈവം ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തി നല്ല മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ, അല്ലെങ്കിൽ സേവ ചെയ്യാനാണ് പറയുന്നത്. ദൈവത്തിന് വേറെ ഒന്നും, നിങ്ങളെ പണം വേണ്ട, പ്രശസ്തി വേണ്ട, വേറെ ഒന്നും വേണ്ട, നിങ്ങളെ അധികാരങ്ങളോ വേറെ ഒന്നും ദൈവത്തിന് വേണ്ട. ഇത് വേണം എന്നുള്ളത് പൂർണ്ണ ഹൃദയത്തോടെ ആ ദൈവത്തെ നല്ല മനസ്സോടും കൂടി ഒന്ന് സേവ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളിവിടെ ദൈവത്തെ സ്തുതിക്കുമ്പോഴത്തെ എങ്ങനെയെന്ന് പറയുന്നത്, നല്ല ഹൃദയത്തോടു കൂടി, ദൈവമേ എനിക്ക് നീയല്ലാതെ വേറെ ആരുമില്ല. ദാവീദ് പറയുന്നത് പോലെ പല ഘട്ടത്തിലൂടെ കടന്നു പോയപ്പോഴത്തേക്ക് ദാവീദ് പറഞ്ഞ, എനിക്ക് നീയല്ലാതെ വേറൊരു ദൈവം ഇല്ലപ്പാ. ഞാൻ ഏത് കണ്ണൂർ താഴ്വയിൽ കൂടി കടന്നു പോയാലും നീ എൻ്റെ കൂടെ ഉള്ള ദൈവം എന്ന് പറയാൻ നമുക്കുള്ള മനസ്സ് വേണമെങ്കിൽ എന്ത് വേണം? നല്ലൊരു ഹൃദയം വേണം, പൂർണ്ണമായൊരു ഹൃദയം വേണം. ദൈവത്തെ ആരാധിക്കുന്നവർക്ക് വേണ്ടതാ പൂർണ്ണമായൊരു ഹൃദയം, നല്ലൊരു മനസ്സ്. നമ്മൾ എന്തെങ്കിലും നേടാൻ വേണ്ടി അല്ല ഇവിടെ വന്നത്, നമ്മൾ കൊടുക്കുവാനാ. എന്താണ് കൊടുക്കാൻ വന്നത്? നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് കൊടുക്കാൻ. നിങ്ങളുടെ പണമോ അല്ലെ എൻ്റെ പണോ ദൈവത്തിന് വേണ്ട. ഒരു മെഴുകുതിരി വേണ്ട, ഒരു വിളക്ക് വേണ്ട, വേറെ വെട്ടം വേണ്ട, വേറെ ഒരു ചന്ദനത്തിരി വേണ്ട, വേറെ ഒന്നും വേണ്ട. ദൈവത്തിന് വേണ്ട എന്താണ്? നമ്മുടെ ഒരു ഹൃദയം, തകർന്നും നുറുങ്ങിയ ഹൃദയത്തെ നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ വെച്ചാണ്. അതിലാ ദൈവം പ്രവർത്തിക്കുന്നത്.
ഞാൻ പലപ്പോഴും ദേവസ്വത്തിലോട്ട് എനിക്ക് പ്രയാസം വരുമ്പോഴത്തേക്കും ഭാരം വരുമ്പോഴത്തേക്കും ഞാൻ അതിരാവിലെ ഓടും. ചില ടാക്സി ഒന്നും കാണത്തില്ല, ഒരു 5 കിലോമീറ്റർ നടക്കാനുണ്ട് അവിടെ നിന്ന്. ഞാൻ നല്ല ചൂട് സമയത്തായാലും ശരി തന്നെ ഞാൻ രാവിലെ എണീച്ചിട്ട് ഞാൻ തലയ്ക്ക് ദിവസം പാസ്റ്റ് എടുത്ത് വിളിച്ച് പറയും, പാസ്റ്റ് ഞാൻ 7 മണിക്ക് അവിടെ എത്തുമെന്ന് പറയും. അതായത് 10 മണിക്ക് ആരാധന തുടങ്ങുന്നത്, 7 മണിക്ക് ഞാൻ ചെന്ന് ഡോറിൽ തട്ടി ഞാൻ അകത്ത് കയറിയിട്ട് ഞാൻ അവിടെ ചെന്ന് മുഴങ്കാലി ഇരുന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും കണ്ണീരോടുകൂടി. അത് എനിക്ക് ആശ്രയിക്കാൻ ആരുണ്ട്? എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലോട്ട് ഇരുന്നിട്ട് ഞാൻ പറയും, എൻ്റെ ആവശ്യങ്ങളെല്ലാം പറയും, എൻ്റെ കണ്ണിൻ്റെ അവസ്ഥകളെല്ലാം പറയും. അപ്പം നമ്മുടെ ഹൃദയം ഒന്ന് പകരുന്ന ഒരു അനുഭവത്തിലോട്ട് നമ്മൾ മാറണം. നമ്മൾ നേടാൻ വേണ്ടി വരല്ലും, നമ്മൾ കൊടുക്കുന്നവരായി. ഞാത്തി അതാ പറഞ്ഞത്, നമ്മൾ കൊടുക്കുന്നവരായിരിക്കണം. ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഹൃദയത്തെ ഒന്ന് പകരുന്നവരായിരിക്കണം. ദൈവത്തിന് നമ്മൾ പകരുന്ന എന്തെന്നറിയാവോ? നമ്മൾ വിചാരിക്കും എൻ്റെ ഇപ്പോൾ സ്വോത്രക്കാഴ്ച കൊണ്ടിട്ടു, ഞാൻ കഴിഞ്ഞ് എനിക്കതിലെ സകല അനുഗ്രഹം കിട്ടും. ഇങ്ങനെ അനുഗ്രഹം എല്ലാം കിട്ടും. ശരിയാണ്, അനുഗ്രഹത്തിന് ഒരു കുറവും കാണത്തില്ല, എല്ലാ അനുഗ്രഹവും ദൈവം തരും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന അതിനും അപ്പുറത്തായിട്ട്. അപ്പം നമ്മളും ദൈവത്തിലോട്ട് ആയിരിക്കുമ്പോൾ ദൈവമക്കളെ നല്ലൊരു മനസ്സോടുകൂടി ദൈവത്തെ സേവ ചെയ്യാനാണ് നമ്മൾ ഇവിടെ ഇരിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും വരുമ്പോഴത്തേക്ക് നമുക്ക് വല്ല ഉറങ്ങിയിരുന്നത്, നമ്മൾ ഇവിടെ വന്ന് ഇരിക്കുന്നത് നമ്മുടെ ഹൃദയം എവിടെയെന്നറിയാവോ? വീട്ടിലെ അടുക്കളക്കകത്തായിരിക്കും. എന്നിട്ട് അരിയെന്ന് വെന്ത് കാണോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കറി വെക്കണമല്ലോ, മീൻകറി വെക്കണമല്ലോ, അല്ലെങ്കിൽ നാളെ ഇനി കൊച്ചിനെ ഇനി സ്കൂളിൽ അയക്കണം, എന്തൊക്കെ മേടിക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ അതൊക്കെ ആയിരിക്കും ചിന്ത. അതെല്ലാം കളഞ്ഞിട്ട് ഇവിടെ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോഴത്തേക്ക് ആ പൂർണ്ണമായ ഹൃദയങ്ങളൊന്നും സമർപ്പിച്ച് അവിടെ നിന്ന് ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് എൻ്റെ ദൈവമക്കളെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവം കൊണ്ടാണ്. എനിക്ക് പ്രയാസം വരുമ്പോഴത്തേക്ക് ഞാൻ വേറെ എവിടെ ഓടാറില്ല. ഞാൻ എൻ്റെ ദൈവത്തിന്, എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തോടൊന്ന് പകരും. കഴിഞ്ഞ ആഴ്ച നമ്മൾ തിരുവചനത്തിൽ കേട്ടായിരുന്ന ഹന്ന ആ ദൈവസനിലോട്ട് പോയിരുന്നിട്ട് കരഞ്ഞു. പക്ഷെ ഏലി പ്രവാചകൻ തന്നെ പറഞ്ഞു, നീ വീഞ്ഞോ മദ്യോ കുടിച്ച് നീ മത്തിറങ്ങാതെ വന്നിരുന്നിട്ട് നീ പിറുപിറുക്കുകയാണ്. പക്ഷെ അവളുടെ ഹൃദയം കണ്ടൊരു ദൈവം ഉണ്ടായിരുന്നു. പക്ഷെ ഹൃദയം കാണുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഹന്നയ്ക്കും അറിയാമായിരുന്നു. അതുപോലെ ഇരിക്കണം നമ്മുടെ ഹൃദയം. അതായത് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, അല്ലെ പ്രാർത്ഥന അറിയുന്ന ദൈവമുണ്ട്, അല്ലെ നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അറിയുന്ന ദൈവമുണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ അടുത്ത തൊട്ട് താഴോട്ടുള്ള വാക്കിലൂടെ ഒന്ന് വായിക്കാം നമുക്കൊന്ന്. അപ്പം നമ്മളിവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഈ തിരുവചനം പറഞ്ഞ് ശരിയാണ്, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെ എൻ്റെ ഹൃദയത്തിൽ അടക്കി വെച്ചിട്ടുണ്ടോ അതെല്ലാം ദൈവത്തിന് ഗ്രഹിക്കാൻ കഴിയുന്ന. നമ്മളിപ്പോൾ ഒരു ഹാർട്ടിന് എനിക്കൊരു കംപ്ലൈൻറ്റ് വന്നാൽ ഡോക്ടറെ അടുത്ത് പോയി സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞാൽ എനിക്ക് ഹാർട്ടിൽ ഇത്ര ബ്ലോക്ക്, ഇങ്ങനെയൊക്കെയാണ്, ഇന്ന സർജറി ചെയ്യണം, ഇന്ന മെഡിസിൻ കഴിക്കണം എന്ന് പറയാം. പക്ഷെ അതിനും അപ്പുറത്തായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത്, അതിന് ഹൃദയത്തിലെ പാപങ്ങളും സകലതും അറിയാൻ കഴിയുന്നത് ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് മറച്ചു വെച്ചിട്ട് വന്നിരുന്നിട്ട് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന്. കുറച്ചു നേരം വന്ന് ഇരിക്കുന്നില്ലേ, ഇവിടെ ഒരു ഹാളില്ല, ഇവിടെ 2-3 കയ്യടിയുണ്ട്, പാട്ടുമുണ്ട്, ഇതും കഴിഞ്ഞ് നമുക്ക് പൊടിയും തട്ടി വീട്ടിലോട്ട് പോകാമെന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ ദൈവം നമ്മളിവിടെ ഓരോരുത്തരും ഇരിക്കുന്നുണ്ടല്ലോ ചെതഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഹൃദയത്തുണ്ടല്ലോ സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു എക്സ്റേ കൂടെ കടത്തിവിട്ട് അങ്ങനെ സ്കാനിങ്ങിൻ്റെ ഒരു മെഷീനകത്തൂടെ കടത്തി അതുപോലെ നമ്മുടെ ഹൃദയത്തെ നല്ലപോലെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധി ഇരിക്കുമ്പോൾ എങ്ങനെ വേണമെന്നറിയാമോ? പൂർണ്ണ ഹൃദയത്തോടെ ആ ദാവീദ് മാനോട് ഉപദേശിച്ച പോലെ നല്ല മനസ്സോടും കൂടി. അപ്പം ദൈവം നമ്മുടെ ഹൃദയത്തെ ഒന്നും ശോധന ചെയ്യട്ടെ. നമ്മളൊന്ന് ഹൃദയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ആ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോണ്ടല്ലോ ആ ദൈവം ആ സ്കാനിങ് മെഷീനിലൂടെ ഒന്ന് കടത്തി വിടുമ്പോഴത്തേക്ക് നമ്മുടെ ഹൃദയത്തിലുള്ള കർത്താവിന് ഇനി എന്തുമാത്രം സ്തുതിക്കുന്നുണ്ട്, എത്രത്തോളം ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ദൈവത്തിന് എത്രത്തോളം ഞാൻ മഹത്വം കൊടുക്കുന്നുണ്ട്, ദൈവം ഒന്ന് കാണട്ടെ. നമ്മുടെ ആ ദൈവത്തിൻ്റെ ആ സ്കാനിങ് സെൻറ്ററിലൂടെ കടത്തിവിടുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഒന്ന് നല്ലൊരു ദൈവം ഒന്ന് കാണട്ടുന്നു. ദൈവം നമ്മൾ നല്ലപോലെ കണ്ടിരിക്കും. നമ്മുടെ ഹൃദയത്തിലെ പാപങ്ങളും സകലതും, സകല ആകുല ചിന്തകളും ഭാരങ്ങളും സകലതും. നമ്മൾ വിചാരിക്കും എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ ഭാരം. നമ്മൾ പലപ്പോഴും ദേഷ്യമൊക്കെ വരാൻ പറയും, എൻ്റെ ഭാരം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല, പറയാറില്ലേ നമ്മൾ. പക്ഷെ അതിന് അപ്പുറത്തായിട്ട് നല്ലൊരു ദൈവത്തിന് അറിയാം നമ്മുടെ ഹൃദയം. നമ്മുടെ ഹൃദയം കൊണ്ട് നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവം നമ്മളെ കൂടെ ഉള്ളത്. ആ ദൈവത്തെ നമ്മൾ കാണണമെന്ന് എന്ത് വേണമെന്ന് അറിയാമോ? ദാവീദ് പറഞ്ഞു കൊടുത്തതുപോലെ നമ്മുടെ മക്കളെടുത്ത്, അല്ലെങ്കിൽ നമ്മൾ ചാർച്ചക്കാരടുത്ത്, കൂട്ടുസഹോദരൻ, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ നല്ല ദൈവം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, സ്തുതിച്ചുകൊണ്ടേയിരിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. എൻ്റെ ദൈവം നല്ലതാണ്, ഏത് ഘട്ടത്തിൽ കൂടെ കടന്നു പോയാലും നല്ല ദൈവം, നമ്മുടെ ദൈവം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ മറ്റൊരു വേദവാക്യം വായിക്കാം. അത് ആവർത്തന പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ എന്തോ പറയുന്നത്? പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു അനുഭവം അല്ലേ? പറ്റിച്ചേർന്നിരുന്നിട്ടുണ്ടാ? ആ പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ നമ്മൾ കിടക്കണം. നമ്മൾ ആ ദൈവത്തിന്റെ മുമ്പിലായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും പറ്റിച്ചേർന്ന അനുഭവമൊന്നുമില്ല. ഇവിടെ വന്നിട്ട് എന്തോന്ന്, ഇവിടെ വന്നതിന് നമ്മളൊന്ന് മുഖമൊന്ന് കാണിക്കും, നമ്മൾ ഇറങ്ങിപ്പോകും. നമ്മൾ ആരാധിക്കാൻ വേണ്ടി വരുന്ന പൂർണ്ണമായൊന്ന് ആരാധിക്കുക, അല്ലെ നല്ല മനസ്സോടുകൂടി ആരാധിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്? നമ്മൾ ആ പറ്റിച്ചേരുന്ന അനുഭവമൊന്നുമില്ല. പറ്റിച്ചേർന്നെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങൾ നമ്മളെ ഹൃദയത്തോട് ചേർത്ത് അമിക്കി വയ്ക്കുമ്പോഴത്തെ എങ്ങനെയിരിക്കും? അത് ചൂട് തട്ടും, അല്ലെ? അമ്മമാർക്ക് അറിയാം, പോയി കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ നെഞ്ചത്തോട്ട് കയറ്റിങ്ങനെ ഉറക്കുമ്പോഴേ നല്ല ആ ചൂട് തട്ടും, ആ കുഞ്ഞ് എങ്ങനെയാണ് കിടന്ന് ഉറങ്ങുന്നത് എല്ലാം അറിയാൻ പറ്റും. അതുപോലെ നമ്മൾ അപ്പൻ്റെ മാറിലോട്ടൊന്ന് ചായണമെന്ന്,
ആ അപ്പന്റെ മാറിലോട്ട് ചാനാൽ മാത്രമേ ദൈവത്തിന്റെ സ്നേഹം നമുക്കൊന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ആ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തെ ചേർന്നിരിക്കണം. അതായത് പറ്റിയിരിക്കുന്ന രഹം. നമ്മൾ ആർക്കും പറിച്ചു മാറ്റാൻ കഴിയാത്തൊരു ബന്ധമായിരിക്കണം ആ പറ്റിയിരിപ്പെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറ്റിയിരിക്കുന്നു പറയുമ്പോഴത്തേക്ക് വന്നിരിക്കുകയാണെങ്കിൽ തട്ടിക്കളഞ്ഞ് അങ്ങ് പോകില്ലേ. പക്ഷെ പറ്റിയിരിക്കുന്നെന്ന് പറഞ്ഞാൽ തോന്നുന്നത് അത് മാറ്റാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ ഞാനും ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഒരു പറ്റിയിരിക്കുന്ന ഒരു അനുഭവമായിരിക്കണം. നമ്മൾ ഒരിക്കലും എന്തോ ചെയ്യണം, മാറിയിരിക്കേണ്ട അനുഭവത്തിലല്ല, അല്ലെങ്കിൽ കുറച്ചു നേരം ഇരുന്നിട്ട് അങ്ങ് പൊടി തട്ടി കളയേണ്ട ഒരു അനുഭവത്തിലല്ല. നമ്മൾ ഇവിടെ നിന്ന് കഴിയുമ്പോൾ എൻ്റെ ദൈവം കഴിഞ്ഞ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് എനിക്കൊരു ആശ്വാസം പ്രാവശ്യം എന്ന് കഴിഞ്ഞിട്ടല്ല പോകേണ്ടത്. നമ്മുടെ അങ്ങനെ നടപ്പിലും നമ്മുടെ നോട്ടത്തിലും നമ്മുടെ ചിന്തയിലും വിചാരത്തിലും വികാരത്തിലും എല്ലാ ഭാഗത്തും ദൈവം ഒന്ന് പറ്റിയിരിക്കുന്ന അനുഭവം വന്നാൽ നമ്മൾ എങ്ങനെയെന്നറിയാവോ, പൊന്നുപോലെ തിളങ്ങും. നമ്മൾ തീരിട്ടിട്ട് പൊന്നിങ്ങനെ ഊതിക്കാഴ്ച എടുക്കത്തില്ലേ, അതുപോലെ പൊന്നുപോലെ നമ്മൾ തെളിഞ്ഞു വരും. അപ്പം ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തെന്നറിയാമോ, നമ്മൾ കുറച്ച് അടുത്തിരിക്കാനല്ല പറയുന്നത്, ഒന്ന് പറ്റിയിരിക്കാനാണ്, ചേർന്നിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ വരും ദിവസങ്ങളിൽ ഇത്രയും നേരം ഇരുന്നാണക്കല്ല ദൈവമക്കളെ നമ്മൾ ഇരിക്കേണ്ടത്. ദൈവത്തോട് ഒന്നും കൂടെ ഒന്ന് അറിയുവാൻ വേണ്ടി, ഒന്ന് അടുത്തിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ആഗ്രഹിക്കണം. അന്ന് അടുത്തിരുന്നാൽ മാത്രമേ ആ ദൈവം ചെയ്യുന്ന നന്മകൾ നമുക്ക് എന്തെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അത് ഇസ്രായേൽ മക്കളെ വഴി നടത്തിയപ്പോൾ ഉണ്ടല്ലോ, രാത്രിയിൽ നല്ല അഗ്നിസ്തംഭമായിട്ടും പകരം നല്ല മേഘസ്തംഭമായിട്ടും എല്ലാം ഇരുന്നു അവർ സകലതും കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോയി. അവർക്കുള്ള സകലന്ന സ്വർഗീയ ഭോജനം എല്ലാം കൊടുത്ത് മുന്നോട്ട് നടത്തി. പക്ഷെ അവരെന്തോ ചെയ്തെന്നറിയാവോ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ദൈവത്തെ അങ്ങ് മറന്നുപോയി. അതെന്തെന്നറിയാവോ, ദൈവത്തെ പറ്റിയിരിക്കുന്ന അനുഭവം അവരിൽ നിന്ന് മാറി. അവരെ കണ്ണെപ്പോഴും ആ വരുന്ന ആ നന്മകളിൽ നിന്ന്, ആ വരുന്ന മഞ്ഞയിലും അതിലോട്ട് ആ നന്മയിലോട്ട് അവരുടെ ഹൃദയം പോയി. നമ്മൾ ഒരിക്കലും നന്മ, ദൈവം തരുന്ന നന്മയിലോട്ട് നമ്മൾ കണ്ണു പോരുത്. നമ്മളെ നന്മ തരുന്ന ദൈവത്തിലായിരിക്കും നമ്മളെ കണ്ണ്. ആ ഒരു കണ്ണ് നമ്മളിൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഒരിക്കലും തകർന്നു പോകത്തില്ല, നമ്മൾ നിരാശപ്പെട്ടു പോകത്തില്ല. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സാഹചര്യത്തിലൂടെ പോകും, ഞാൻ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം വെച്ച് ഞാൻ പറയാം. അതായത് നമ്മൾ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്കത് പറയാൻ കഴിയത്തുള്ളൂ. അതായത് നമ്മൾ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് നമ്മൾ ദൈവത്തിന് അകലം പാലിച്ച് നടക്കാനില്ല, അടുത്തിരിപ്പാൻ വേണ്ടി. അടുത്ത് നമ്മൾ എത്ര പ്രതിസന്ധി ഉണ്ടോ അവിടെ ഒന്ന് ഇങ്ങനെ ഹൃദയത്തിലോട്ടൊന്ന് പറയാം, എനിക്ക് കർത്താവേ ഞാൻ പ്രതിസന്ധിയുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്, എൻ്റെ പ്രയാസത്തിൻ്റെ നടുവിലാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നത്. എന്നാലും പറയണം, കർത്താവേ ഞാൻ ഇങ്ങനെ പറ്റിയിരിക്കുക, അവനെ വിടുവിക്കുന്ന ദൈവം. സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ ഞാൻ നിന്നെ പറ്റിയിരിക്കുന്നത് കൊണ്ട് നീ എന്നെ വിടുവിക്കുന്ന ദൈവമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിന്നെ പിൻപറ്റിയാണ് നടക്കുന്നത്. എന്നിൽ നിന്ന് പറിച്ചു കളയാൻ മറ്റാർക്കും കഴിയത്തില്ല. അതായത് ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്നാണ് നടക്കുന്നത്. അതുകൊണ്ട് ദാവീദിന്റെ ദൈവം പറഞ്ഞത് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. അപ്പോഴത്തേക്ക് നമ്മൾ സ്തുതിക്കുന്ന എങ്ങനെയാണ്, നല്ല നന്മയുള്ള ഹൃദയത്തോടു കൂടി, പൂർണ്ണ ഹൃദയത്തോടു കൂടി, പൂർണ്ണ ശക്തിയോടുകൂടി ദൈവത്തെ സ്തുതിക്കാൻ നമ്മളിവിടെ വന്നിരിക്കും. നമ്മൾ ഈ വരും ദിവസങ്ങളിലായിരിക്കുമ്പോഴത്തേക്ക് ദൈവമക്കളെ നമ്മളെ മുന്നോട്ട് ശക്തനാക്കുന്ന ദൈവത്തിൻ്റെ മുഖം നോക്കിയിട്ടാണ് നമ്മൾ പോകേണ്ടത്.